ഇങ്ങനെ ഞാൻ സിനിമ ഫീൽഡിലേക്ക് വരുമെന്ന ഞാനിങ്ങനെ നിലനിൽക്കുമെന്ന ഒന്നും നമ്മൾ വിചാരിക്കുന്നില്ല. ദൈവം നടത്തുന്ന വഴിയെ കൂടിയല്ലേ നമ്മൾ പോകുന്നത്. അതെ, എനിക്ക് ഞാൻ വിചാരിച്ചതേ ഇല്ല. കാരണം ഞാൻ സദൃശ്യവാക്യങ്ങളെന്നും പറഞ്ഞൊരു നാടകം ഞാൻ കളിച്ചായിരുന്നു, ഒരു സാമൂഹ്യ നാടകം. ആ സാമൂഹ്യ നാടകം കളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ നാടകത്തിൽ സ്റ്റേജിൽ വെച്ചിട്ട് അൻവർ റഷീദ് അങ്ങനെ ചേച്ചി കാണുന്നത് എന്നെ കാണുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞ് ഞാൻ ആ നാടകത്തിൽ ഈ പാട്ടും അഭിനയമൊക്കെ കൂടിയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് അതിൻ്റെ അകത്തൊരു പാട്ട് സാറ് തന്നെ എഴുതി, ഞാൻ ചവിട്ടുകാടായിട്ട് ഊണിട്ട് ആ നാടകത്തിൽ സാറെഴുതിയ ഇത് വാക്കുകൾ ഞാൻ ചവിട്ടായിട്ട് ഊണിട്ട് ഞാൻ തന്നെ പാടി ഞാൻ തന്നെ കരയേണ്ട പാടുവോ ചേച്ചി? എനിക്കിപ്പോഴും ഓർമ്മയില്ല എന്താ പാട്ട്. കണ്ടോ? സത്യം മോളെ, കാരണം വേറെ പാടില്ല. ആ സമയത്ത് എൻ്റെ അമ്മച്ച മരിക്കണത്. അയ്യോ, ആ നാടകം സ്റ്റേജ് കയറുന്ന 5-ൻ്റെ അന്ന് എൻ്റെ അമ്മ മരിക്കണം. വലിയ വിഷമായി, അതൊരു ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ സത്യത്തിൽ മാഷ് പറയണ്ടേ, ഞാൻ എവിടെ നാടകം കളിച്ചാലും എനിക്ക് എന്തെങ്കിലും ആപത്ത് വരും ചേച്ചി എന്നെപ്പോഴും മാഷ് പറയുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല മാഷെ, അങ്ങനെ ഒന്നും വരില്ല, ഞാൻ ജീവനായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും വരില്ല മാഷെ എന്ന്. പക്ഷേ ആ നാടകത്തിൻ്റെ 5 ദിവസത്തിന് മുമ്പ് എൻ്റെ അമ്മച്ചി ഒരു ക്ഷീണമില്ലായിരുന്നു. എൻ്റെ അമ്മച്ചിക്ക് പെട്ടെന്നൊരു വയറുവേദന മരിക്കാൻ നേരമായത് വെളുപ്പിന് എൻ്റെ അമ്മച്ചി. അന്നേരം ചേച്ചി ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ പോലും വന്നിട്ടില്ല, ഞാൻ സിനിമയിൽ പോലും വന്നിട്ടില്ല. ആ സമയത്താണ് എൻ്റെ അമ്മച്ചി മരിക്കണം. എൻ്റെ അമ്മച്ചി മരിച്ച 5-ൻ്റെ അന്നാണ് ഞാൻ ഈ നാടകം സ്റ്റേജ് കയറണം. അയ്യോ, 5-ൻ്റെ അന്ന് ചേച്ചി തട്ടത്ത് സ്റ്റേജിൽ കയറിയേ. അപ്പം ഞാൻ സത്യത്തിൽ ഈ ലോകത്താണ് അല്ല ഞാൻ വേദനിച്ചിരിക്കുന്ന ടൈമാണ്. അപ്പം ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ സമയത്താണ്, ആ നാടകം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ സമയത്താണ് ഞാൻ ഇങ്ങനെ പാടി കരഞ്ഞു പോയി കഴിഞ്ഞ ഒരു മകളിനെ ഒരുത്തൻ ഗർഭിണിയാക്കി, അത് അബോഷനായി കഴിഞ്ഞ് അവൾ ധ്യാനം കൂടി അവൾ ദൈവത്തെങ്കിലേക്ക് ശരിക്കും സ്വർഗത്തിലേക്ക് പോകുന്ന രംഗമുണ്ടത്. ആ ടൈമിന് ഒരു പാട്ടുണ്ട് അവിടെ. എനിക്കറിയില്ല മോൾ, സത്യമായിട്ടും എൻ്റെ മക്കളാകത്ത് എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി. ഞാനറിയാതെ ആ പാട്ട് പാടിപ്പോയി. ഭയങ്കര പാട്ടെന്ന് പറഞ്ഞാൽ വിഷമവും നിൽക്കുന്നില്ല. ആ സമയത്തുള്ള പാട്ട് ശരിക്കും ഞാൻ അങ്ങോട്ട് പാടി. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അൻവർ റഷീദ് ഓടി സ്റ്റേജിൽ കയറി അതിനെ കെട്ടി അങ്ങ് പിടിച്ചിട്ട് പറഞ്ഞ, ഞാൻ മോൾ ചേച്ചിയുടെ സിനിമയിലേക്ക് വിളിച്ചാൽ മോൾ ചേച്ചി വരുമെന്ന് ചോദിച്ചു. സത്യമായിട്ട് എൻ്റെ മോളെ നമ്മൾ 2 തള്ള മക്കളാണ് പരസ്പരം കാണാതെ ആയിപ്പോട്ടെ, ഞാൻ കളിപ്പിച്ച് കളയുക, എപ്പോൾ വിളിച്ചപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. സത്യമായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചാൽ മോൾ ചേച്ചി വരുമോ? അതല്ലേ ഞാൻ പറഞ്ഞു, എപ്പോൾ വിളിച്ചപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി എന്ന് ഞാൻ അതിലേ പറയണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് പോന്നു. എൻ്റെ ഇളയ മോനാണ് ആദ്യം ഒരു പെണ്ണിനെ ഇറക്കിക്കൊണ്ട് വന്നു വിവാഹം കഴിച്ചു. ആ കൊച്ചിനെ പ്രസവിച്ചു. കർക്കിടകം 1-ാം തീയതി കുട്ടീനെയുമായിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി. കർക്കിടകം 10-ാം തീയതി അൻവർ റഷീദ് എൻ്റെ വീട്ടിലേക്ക് വരികയും ഗോവന്മാഷും അൻവർ റഷീദും എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ്, ചേച്ചി ഞാൻ പടം പിടിക്കാൻ പോവുകയാണ്, ചേച്ചി വന്ന ഫോട്ടോ വെച്ചിലാണ്, അപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് പോയാൽ മതി, ഞാൻ വണ്ടി വിട്ടോളാം. ഞാൻ ഇത് കണ്ട കുഞ്ഞു അവയൊക്കെ വന്ന് അപ്പോൾ വന്ന ഞാൻ ശരി ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് ഫസ്റ്റിൽ എനിക്ക് 2000 രൂപ എൻ്റെ കയ്യിൽ വെച്ചിട്ട് തരികയെ, ഇത് മോഷിച്ചിരിക്കട്ടെ. ഞാൻ ഒരു ചവിട്ട് നാടകം കളിച്ചാൽ പോലും ഞാൻ ആ കാശം എനിക്ക് കണ്ടിട്ടില്ല. ഒരു ചവിട്ട് നാടകം നമ്മൾ 2 ദിവസം കളിച്ചാലും 3 ദിവസം കളിച്ചാലും നമുക്ക് അത്ര പൈസ നമ്മുടെ കയ്യിൽ കണ്ടിട്ടില്ല. എനിക്ക് 2000 രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് ഇതിരിക്കട്ടെ, നാളെ 10 മണിക്ക് കാറ് വരും, ചേച്ചി റെഡിയായി നിന്നു. ഇതാണ് എൻ്റെ അടിക്ക് പറഞ്ഞ വാക്ക്, അല്ലാതെ വേറെ ഒന്നും എന്നോട് പറഞ്ഞില്ല. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോകാം, വെള്ളമൊക്കെ ഇനിയും കുടിക്കാൻ ചേച്ചി, ഞങ്ങൾ പോട്ടെ എന്നും പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് പോവുകയും ചെയ്തു. തള്ളേനെ കുളിപ്പിക്കണം, കൊച്ചിനെ കുളിപ്പിക്കണം, അത് ഞാനാ ചെയ്യണം. അടുത്ത വീട്ടിലെ ഇതുപോലെ ഒരു പെണ്ണ് അതേ ടൈമിൽ എന്നെ പ്രസവിച്ചു. ഈ ആ കുഞ്ഞിനെ കൊച്ചിനെ കുളിപ്പിക്കണം, ആ തള്ളേനെ കുളിപ്പിക്കണം, അതുങ്ങളുടെ ഉപ്പ് കലക്കണം. ഇത് ഞാൻ ഈ 2 പെറ്റ പെണ്ണുങ്ങളെയും കുളിപ്പിക്കണം, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കണം, കാര്യം നോക്കണം, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം, എന്നിട്ട് ഞാൻ അഭിനയിക്കാനും പോകും. അതാണ് ഈശ്വരൻ്റെ ശക്തി എന്ന് പറഞ്ഞ കാര്യം. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മോളെ ഞാൻ ഇത്ര നിലയിലെത്തിയത്. ഒരുപാട് കഷ്ടപ്പാട്, കാരണം ഒരുപാട് വേദനകൾ, ഒരുപാട് കണ്ണീരും ഞാൻ ഇന്നും ഞാൻ കണ്ണീര് പിടിച്ചിട്ട് നിൽക്കണത്. നിങ്ങളുടെയൊക്കെ മുമ്പ് വരും മാത്രമേ ഞാൻ ചിരിച്ച് കാണിക്കുന്നുള്ളൂ.
എൻ്റെ ഉള്ളിൽ ഇന്ന് എനിക്ക് വേദന മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ചേച്ചിയുടെ ക്യാരക്ടർ നമുക്ക് ഇതാണെന്ന് പറഞ്ഞു തന്നു. പക്ഷെ നമ്മളൊക്കെ കണ്ടിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ചേച്ചി ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഇതൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഈ പറഞ്ഞ ചേച്ചിയെ അല്ല ചേച്ചി സ്ക്രീനിൽ കാണിക്കുന്നത്. ഭയങ്കര എന്താ പറയാ തൻ്റെ ഉള്ളൊരു തൻ്റെ സ്ത്രീ ആയിട്ടും ഭയങ്കര കുശുംബി അമ്മയായിട്ടും ഒക്കെ ആണ് ചേച്ചി. എല്ലാരും ചോദിക്കുന്നത് അത് തന്നെയാണ്. എൻ്റെ മരുമക്കളോട് ചോദിക്കും, നിന്റെ അമ്മ ഇങ്ങനെ തന്നെയാണ് അടി വീട്ടിൽ ഇങ്ങനെയാണ്. അപ്പൊ അവര് പറയും, അയ്യോ അമ്മച്ചി അങ്ങനെ ഒന്നുമില്ല, അമ്മച്ചി പാവമാണ്, അമ്മച്ചിക്ക് അങ്ങനെ ഒന്നും എടുക്കാനൊന്നും അറിയാൻ പാടില്ല. പിന്നെ അമ്മച്ചി അരിശം കയറുമ്പോൾ ഇങ്ങനെ ദേശീയത്തിൽ വർത്താനം പറയുമെങ്കിലും അമ്മച്ചി ഈ സീരിയലിൽ കാണിക്കണ പോലെ അല്ല സിനിമയിൽ കാണിക്കണ പോലെ അമ്മച്ചി ഞങ്ങൾക്ക് കാണിക്കാറില്ല. കാരണം 2 മരുമക്കൾ കളിക്കാനും ഞാൻ അങ്ങനെ നിൽക്കുന്നത് അല്ല. പിന്നെ എന്തെങ്കിലും വഴക്ക് പറയും, ഞാൻ എന്തെങ്കിലും തെറ്റ് കാണിക്കണമെങ്കിൽ ആ സമയത്ത് അത് നമ്മൾ വഴക്ക് പറയും. അതെന്താ ചെയ്യണത്, എന്താ ചെയ്യണൊക്കെ പറ്റിയാലെന്നൊക്കെ പറഞ്ഞ വഴക്ക് പറയും. എല്ലാവരും കൊണ്ട് അങ്ങനെയൊക്കെ ഒന്നും ഞാൻ ചെയ്യാറില്ല. ചേച്ചിക്ക് ഭയങ്കര പാചക കൈപുണ്യം ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചേച്ചിക്ക് പാചകത്തിനോടും ഇതേപോലെ ഇഷ്ടമാണോ? എനിക്ക് പാചകമൊക്കെ വെക്കണം ഭയങ്കര ഇഷ്ടമാണ്. കാരണം വീട്ടിൽ നല്ല നല്ല എന്താ പറയാ മീൻകറി, ഇറച്ചിക്കറി, ഇറച്ചി ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഇറച്ചിയൊക്കെ ഒന്നും കൂട്ടാറില്ല. കാരണം ചിക്കനൊക്കെ ഒന്നും ചെറുപ്പം പോലെ കൂട്ടാറില്ല. പിന്നെ ഇറച്ചി, ഞണ്ട്, ചെമ്മീൻ ഇതൊക്കെ എൻ്റെ വെറൈറ്റിയാണ് കറിയൊക്കെ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീട്ടിൽ നല്ലൊരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച പെരുന്നാളായിരുന്നു. വീട്ടിൽ പെരുന്നാൾ കൂടാൻ പോലും ഞാൻ ഇല്ലായിരുന്നു, ഞാൻ ഷൂട്ടിങ്ങിലായിരുന്നു. ആ വീട്ടിൽ ചിക്കൻ വാങ്ങിച്ചു, മീൻ വാങ്ങിച്ചു, പിന്നെ കരിമീൻ ചെമ്മീൻ വാങ്ങിച്ചു. ഞങ്ങൾക്ക് മീനിൻ്റെ ഒരു സീസണാണ് ഇപ്പോൾ ഈ അടുത്ത മാസം മുതൽ. കരിമീനൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും. ഞങ്ങൾ തല്ലിക്കൊന്നിച്ച് വേണം കറി വെച്ച് കൂട്ടാൻ. അത്ര പെടക്കുന്ന ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ചേച്ചി. ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട് പോലും ഇങ്ങനെ പെടക്കുന്ന മീനൊക്കെ ഞങ്ങൾ തല്ലിക്കൊന്നിച്ച് കറി വെച്ച് കൂട്ടുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതുപോലെ കടലിലെ മീനാണെങ്കിലും നമ്മൾ തല്ലിക്കൊന്നിച്ചും വേണം കറി വെച്ച് കൂട്ടാൻ. അല്ലാതെ 2 ദിവസം കഴിഞ്ഞ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങള് വരാം. ഞാൻ മാത്രല്ല, എന്റെ കൊറേ പ്രേക്ഷകരുണ്ട് നമ്മളോടൊത്ത് നിൽക്കുന്ന. എല്ലാവരോടും പോയി എല്ലാവരും നമ്മുടെ കൂടെ പോരട്ടെ. ചേച്ചിയുടെ വീട്ടിലോട്ട് അങ്ങ് വരും. ചേച്ചിയുടെ അവിടെ നമുക്ക് ഇപ്പൊ ഈ മാർച്ചിൽ നമ്മുടെ പുഴകളിൽ നല്ല ചാലി മീൻ പിടിക്കുന്ന ടൈമാണിത്. അപ്പൊ നമുക്ക് മീൻ നല്ല കരിമീൻ കിട്ടും. കരിമീൻ എന്തെല്ലാം മീൻ കിട്ടും അതെല്ലാം കിട്ടും. എല്ലാം നല്ല നല്ല മീൻ കിട്ടും. എൻ്റെ മക്കൾ മീൻ പിടിക്കാൻ പോകണം 2 പേരും. ആ സമയമാകുമ്പോൾ എൻ്റെ മക്കൾ മീൻ പിടിക്കാൻ പോകും. അപ്പം നല്ല നല്ല മീൻ കൂട്ടി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. പിന്നെ എങ്ങനെ മീനെല്ലാം ഏത് രീതിയിലെല്ലാം മീൻ വെക്കണമെന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ ഞാൻ മീൻ വെച്ച് അല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ കയ്യിൽ നല്ല ട്രഡീഷണൽ ആയിട്ട് അമ്മച്ചിമാരൊക്കെ പറഞ്ഞു കൊടുത്ത നല്ല രുചിയുണ്ടെന്ന് തോന്നി ഈ കയ്യില്. ശരിക്കും ചേച്ചി എന്നാ ചെയ്താലും ഭയങ്കര ടേസ്റ്റാന്ന് എല്ലാവരും പറഞ്ഞു. അത് ശരിയാ. ഞാൻ ഒരു ഉപ്പുമുളക് ഉണ്ടാക്കിയാലും എൻ്റെ മക്കൾ പറയും അതൊരു പ്രത്യേകത. ഞാൻ കറി എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ അമ്മച്ചി വെച്ചേരടിയെന്ന് ചോദിക്കും.